ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. മാനവരാശിയുടെ ജീവിതം, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായ കൃപ, നടത്തിപ്പിതെല്ലാം ഇവിടെ ചിന്താവിഷയമായി തീരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നലെകളുടെ പടവുകളെല്ലാം താണ്ടി പിന്നിട്ട് ഇന്ന് നാം ജീവിതത്തിൻ്റെ വർത്തമാന കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നാം വന്നെത്തുമ്പോഴും നമ്മുടെ ചിന്ത ഭാവിയെക്കുറിച്ചാണ്. അത് നമ്മുടെ ചിന്തയുടെയും വിചാരത്തിൻ്റെയും താല്പര്യങ്ങളുടെയും എല്ലാം ഒരു പ്രതികരണമായിട്ട് വേണം പരിഗണിക്കുവാനായിട്ട്. ആകുലതകളും വേവലാതികളും പരിഭ്രമങ്ങളും ചിന്താക്കുഴപ്പങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്, ചിന്തയിൽ സംഭവിക്കാറുണ്ട്. അതിൻ്റെ ബാഹുല്യം കൊണ്ട് സംഭവിക്കുന്ന അപകടകരമായൊരു സാഹചര്യം ഇന്ന് നാം ജീവിക്കേണ്ടത് മറന്നുകളയുകയും നാളെയെക്കുറിച്ചുള്ള വിചാര ബാഹുല്യം കൊണ്ട് ആകെ അസ്വസ്ഥരായി മാറുകയും ചെയ്യുകയാണ്. അത് നമ്മുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായിട്ട് ഭവിക്കാറുണ്ട്, ബാധിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഏറ്റവും ഗൗരവമേറിയ വിഷയം ഈ വർത്തമാനകാലത്ത് ഇന്ന് നമ്മുടെ ഈ ആയുസ്സിൻ്റെ ഒരു ഘട്ടത്തിൽ ഇന്ന് ഭംഗിയായി ആസൂത്രിതമായ നിലയിൽ അനുഗ്രഹകരമായി മെച്ചമായി ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതം കൊണ്ട്, ജന്മം കൊണ്ട് ലഭിച്ചിരിക്കുന്നതായ വലിയ ബാധ്യത, ഉത്തരവാദിത്വം. എന്നാൽ ഈ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു മഹാരഹസ്യമുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ഈ മഹാവാക്യം നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ദൈവം, ദൈവത്തിൻ്റെ ആസ്തിത്വം, ദൈവത്തിൻ്റെ ലോക ചരിത്രത്തിലുള്ള ഇടപെടലുകൾ ഇതെല്ലാം വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നിട്ട നമ്മുടെ വഴികളിൽ, ഇന്നലെകളിൽ, നമ്മുടെ പൂർവ്വ ദിനങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും നമുക്കുണ്ടായിരുന്നുവെങ്കിലും അതിനെല്ലാം ധീരമായിട്ട് അഭിമുഖീകരിച്ച് അതിജീവിച്ച് വിജയകരമായ ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്ന് എന്ന് പറയുന്ന അവസ്ഥ. ഇന്നിൻ്റെ ഈ ജീവിത സാഹചര്യങ്ങൾ വരെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ പഴയകാലം മുതൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മുടെ ഭൂതകാലത്ത് പിന്നിട്ട വഴികളിൽ എത്രയോ അതിശയകരമായി, അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്, നിലനിർത്തുന്നത്. ആ ദൈവത്തിൻ്റെ വഴികളെ നാം ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. അന്ന് നമുക്ക് ലഭിച്ച ദൈവകൃപ, ആ ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ പരിപാലനം നിശ്ചയമായും ഇന്ന് നമുക്ക് ലഭ്യമാകും, അത് സാധ്യമാകും, അത് അനുഭവമാകും എന്നുള്ള ധൈര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നാളെയെക്കുറിച്ചുള്ള പരിഭ്രമങ്ങൾ, വേവലാതികൾ, ആകുല ചിന്തകളെല്ലാം മറന്നുപോകും. അതോർക്കുവാൻ തരമില്ല, സമയം കിട്ടുകയില്ല. നാം ഇവിടെ ജയോത്സവമായി ജീവിതം ആസ്വദിച്ച് സത്യസന്ധമായി ജീവിച്ച് വിജയത്തിലേക്ക് മുൻപോട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നൊരു വാക്ക് നാം പ്രത്യേകം ഓർക്കണം. വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമാണ്. അത് ദൈവത്തിൻ്റെ ആ ആളുത്വത്തിൻ്റെ സജീവതയാണ് കാണാൻ സാധിക്കുന്നത്.
ഞാൻ തന്നെയാണ് ദൈവം, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമ്മെ കാണുകയും നോക്കുകയും പരിപാലിക്കുകയും ചെയ്ത അതേ ദൈവം, ദ സെയിം ഗോഡ്, അൺചേഞ്ചബിൾ ഗോഡ്, ഇന്നും ഈ വർത്തമാനകാലത്തും യഥാവാനായി കഴിയുന്നു, നിലനിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. എന്നാൽ ദൈവാവബോധത്തിൽ നമ്മുടെ നിലപാടുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ദൈവത്തിന് വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കോ ദൈവത്തിൻ്റെ വിചാരങ്ങൾക്കോ ഇടപെടലുകൾക്കോ വ്യത്യാസമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാവബോധത്തിന് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവമായ ദൈവത്തെ നാം പ്രതിഷ്ഠിച്ചുവെങ്കിലും പിന്നീട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ആ ദൈവത്തെ മറന്ന് ആ ദൈവത്തിന് പകരം മറ്റെന്തിനെങ്കിലും ദൈവമായി സ്വീകരിച്ച് പ്രതിഷ്ഠിച്ച് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പോകുന്ന ഒരു വ്യതിചലനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരിക്കാം. ദൈവത്തിന് ഇക്വലൻ്റായിട്ട് മറ്റൊന്നിനെ നാം ദൈവമായി കാണുന്നുണ്ട്. ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ട സ്ഥാനത്ത് പകരമായി മറ്റെന്തിനെയോ നാം പ്രതിഷ്ഠിക്കുന്ന ഒരു ശൈലി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ളതായ വ്യതിചലനമാണ്. അത് സംഭവിക്കുവാനായിട്ട് പാടില്ല. അവിടെ വാസ്തവത്തിൽ നാം ചെയ്യേണ്ടത് ദൈവാവബോധത്തിൽ നിന്ന്, ദൈവധാരണയിൽ നിന്ന്, ദൈവാശ്രയബോധത്തിൽ നിന്ന് നാം വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് യഥാസ്ഥാനപ്പെടുക എന്നുള്ളത് പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ബാധ്യതയാണ്. ആ കടപ്പാട് നാം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പൂർവകാലത്തിലെ ദൈവത്തിൻ്റെ നിലപാട് ഇവിടെ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നതും അത് ദൈവം പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒടുക്കത്തെയും പറ്റി ശരിയായ വ്യക്തമായ കാഴ്ചപ്പാട്, ഒരു ക്ലിയർ പ്ലാനിങ് നമ്മെ സംബന്ധിച്ച് ദൈവത്തിനുണ്ട്. അതും അൺചേഞ്ചബിളാണ്. ആ വ്യത്യാസം ദൈവം വരുത്തുകയില്ല. ആ പ്ലാൻ ദൈവം വരുത്തുകയില്ല. അത് ദൈവം നിവർത്തിക്കും എന്നാണ്. തൻ്റെ ആലോചന പ്രകാരം അത് നിവർത്തിക്കും. തൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം അത് നിവർത്തിക്കും. വാത്സല്യമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, അഭിലാഷങ്ങളുണ്ടോ, സാധ്യതകളുണ്ടോ, താല്പര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വഴിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളുണ്ടോ, അപകട സാധ്യതകളുണ്ടോ, ഇതെല്ലാം വളരെ വ്യക്തമായി ആരംഭത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ, പൂർവ്വകാലത്ത് തന്നെ മനസ്സിലാക്കുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. ആ ദൈവത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ശരണം. അല്ലാതെ കാലോചിതമായി, അവസരോചിതമായി, സാന്ദർഭികമായി ദൈവത്തിന് തുല്യം മറ്റൊന്നിനെയും ദൈവമായി നാം അവരോധിക്കുവാനോ പ്രതിഷ്ഠിക്കുവാനോ പാടുള്ളതല്ല. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. എക്കാലവും ആ ദൈവം നമ്മുടെ ദൈവമായി തീരണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മെറ്റീരിയലായിട്ട്, ഭൗതികമായിട്ട്, ലൗകികമായി പലതിനെയും ആളുകൾ പ്രതിഷ്ഠിക്കുവാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹപ്രകാരം അവന് ഇഷ്ടമുള്ളത്, അവന് താല്പര്യമുള്ളത്, അവന് രുചി വരുത്തുന്നത്, അതിനൊക്കെ ദൈവങ്ങളായിട്ട് പ്രതിഷ്ഠിക്കാറുണ്ട്. അത് വളരെ അപകടകരമായ ഒരനുഭവമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, പ്രയോറിറ്റി, ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ടതായ പരിഗണന നിർബന്ധമായും നാം ദൈവത്തിന് കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിലപാട്, പദ്ധതി അതെല്ലാം വളരെ കൃത്യമായിട്ട് ദൈവം നിവർത്തിച്ച് തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ലക്ഷ്യം വിജയമാണെങ്കിൽ, നമ്മുടെ ഗോള് ഒരു വിക്ടറി സ്റ്റാൻഡാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ ആ അവസ്ഥയിലേക്ക്, അനുഭവത്തിലേക്ക് വഴി നടത്തുക തന്നെ ചെയ്യും. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം വഴി മുട്ടിപ്പോകുന്ന അനുഭവം ഉണ്ടാകാം. ഒരിടത്ത് സ്റ്റക്കായി നിൽക്കുകയാണ്, ഒരു മൂവിങ് ഉണ്ടാകുന്നില്ല, ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല.
നാം നോക്കുമ്പോൾ തടസ്സങ്ങളാണ്, പ്രതിസന്ധികളാണ്, പ്രതികൂലങ്ങളാണ്, എതിരാളികളാണ്, വിരോധികളാണ്, എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ദൈവം നോക്കുമ്പോൾ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കാണാം. തടസ്സങ്ങളല്ല, സാധ്യതകളാണ്. അവിടെ ഒരിടത്തും നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നില്ല, തടസ്സം ഉണ്ടാകുന്നില്ല. സാധ്യതകൾ കാണുവാൻ സാധിക്കും. പുതിയ വഴി ദൈവം തുറക്കുകയാണ്. അത് നാം ഉദ്ദേശിക്കുന്ന വഴിയാവുകയില്ല. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുവാൻ പോലും നമ്മെ കൊണ്ട് കഴിയില്ല. എന്നാൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു പുതിയ വഴി ദൈവത്തിന് ഒരുക്കുവാനായിട്ട് സാധിക്കും, തുറക്കുവാനായിട്ട് സാധിക്കും. എന്ത് പർവ്വതമാണ്, എന്ത് കുന്നുകളാണ്, എന്ത് മലകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും അതിനെ തട്ടി മാറ്റിയിട്ട് സമതലമാക്കി തീർക്കുവാൻ നമ്മുടെ നടത്തത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സഞ്ചാരത്തെ, നമ്മുടെ പ്രയത്നത്തെ ആശ്വാസകരമായി ലളിതമാക്കുവാൻ സഹായകമാകുന്ന എല്ലാ സാധ്യതകളും നമുക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും അത്ഭുതമല്ല. എന്നാൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ നമുക്കത് അത്ഭുതമായിട്ട് തോന്നും. വഴി അടഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ദൈവം ഒരു പുതിയ വഴി തുറക്കുമ്പോൾ നമുക്കതൊരു അത്ഭുതമാണ്. എന്നാൽ ദൈവത്തിന് അത് അത്ഭുതമല്ല. ദൈവം ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു പവർ വെളിപ്പെടുത്തുന്ന ദൈവമല്ല. അത് ദൈവത്തിൻ്റെ നേച്ചറാണ്, അത് ദൈവത്തിൻ്റെ പ്രകൃതിയാണ്, അത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് നാം അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു നോക്കുകയും അത്ഭുതമായിട്ട് നമുക്ക് അനുഭവമാകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ആ അത്ഭുതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വാഭാവികമായ സാധാരണയായ ഒരു ഇടപെടൽ, ഒരു പ്രവൃത്തി മാത്രമാണ്. അപ്പോൾ നമ്മുടെ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കൊരു അത്ഭുതമായിട്ട് തന്നെ അനുഭവപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതകൾ, വേദനാജനകമായ സാഹചര്യങ്ങൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന മാറ്റമില്ലാത്ത ഒരു ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ജീവിതത്തെ കൃത്യമായി ആ ദൈവാവബോധത്തിൽ സംരക്ഷിച്ച് മുൻപോട്ട് പോകുവാനുള്ളതായ കൃപ നമുക്ക് ആവശ്യമാണ്. ഈ ദൈവത്തെ നമുക്ക് ദൃശ്യമായ സാഹചര്യത്തിൽ കാണുവാൻ നിവൃത്തിയില്ല. കാരണം നാം വളരെ പരിമിതിയുള്ളവരും ദൈവം അപരിമേയനുമാണ്. എന്നാൽ നമ്മുടെ മുമ്പിൽ നമുക്ക് രൂപം, ഒരു ഭാവം, ഒരു ഇടപെടൽ കാണാൻ സാധിക്കും. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കുമ്പോൾ, ആ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖച്ഛായ അവിടെ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ കാണാൻ സാധിക്കും. ദൈവം സ്പർശിക്കുന്ന അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ആ ദൈവത്തിൻ്റെ വിചാരം നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മോട് ഇടപെടുവാനുള്ളതായ സാഹചര്യം ദൈവം നോക്കി നിൽക്കുകയാണ്. നാം കാണുന്ന ഈ ക്രിസ്തു ചരിത്രത്തിലെ ക്രിസ്തുവാണ്. ഹിസ്റ്റോറിക്കൽ ജീസസ്, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഭാവമാണ് ചരിത്രത്തിൽ നാം കാണുന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, ക്രൂശീകരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ലോക ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. യഹൂദ ചരിത്രം നാം വായിക്കുമ്പോൾ ഫ്ലാവിയസ് ജോസിഫസിൻ്റെ യഹൂദന്മാരുടെ പുരാതനത്വം മുതൽ ലോക ചരിത്രത്തിൽ പഴയ നിയമകാലത്ത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ളതുപോലെ തന്നെ, രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ തന്നെ സംഭവിച്ചതായി കാണുവാനായിട്ട് സാധിക്കും. ലോക ചരിത്രത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ആര് നിരീക്ഷണം നടത്തിയാലും ശ്രദ്ധിച്ചാലും കാണത്തക്ക നിലയിൽ ഇതാ കർത്താവായ യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. ഫ്രഞ്ച് നാസ്തികനായ റെനാൻ യേശുക്രിസ്തുവിൻ്റെ ചരിത്രാസ്തിത്വത്തിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ ഇടപെടലുകളെ അതിന് നിഷേധിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ
ശരിതെറ്റുകൾ കണ്ടെത്തണം എന്നുള്ള നിർബന്ധം തനിക്കുണ്ടായതുകൊണ്ട് അത് യേശു ക്രിസ്തു ജീവിച്ച, ഇടപെട്ട, പെരുമാറിയ ഇടങ്ങളിലൊക്കെ കടന്നുപോയി അന്വേഷണങ്ങൾ നടത്തി, റിസർച്ചുകൾ നടത്തി. അവസാനം ഒരു പുസ്തകം തന്നെ എഴുതുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ ലക്ഷ്യം നിഷേധാത്മകമായിരുന്നു. എന്നാൽ എഴുതി വന്ന് ഒടുവിൽ അദ്ദേഹം ചെന്ന് നിന്നത് കർത്താവായ യേശുക്രിസ്തു ഒരു നിത്യ യഥാവാനായി, സജീവതയുള്ളവനായി ചരിത്രത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റെനാൻ പറഞ്ഞത് ഒരു ഊഹാപോഹമല്ല, ഒരു അമ്മൂമ്മക്കേതയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ബൃഹത്തായ ലോകചരിത്രത്തെ ഏറ്റവും ലളിതമായി നന്നായി മനസ്സിലാക്കത്തക്ക നിലയിൽ ക്രമപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ലോകചരിത്രത്തിൻ്റെ മധ്യബിന്ദുവായി ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് BC എന്നും AD എന്നും കാലഗണന തിട്ടപ്പെടുത്തുവാനിടയായത്. BC-യെയും AD-യെയും യോജിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ മുഹൂർത്ത ഭാവമാണ് കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനെ പറ്റി ധന്യനായ പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ, അൺചേഞ്ചബിൾ പേഴ്സണാലിറ്റിയാണ്. പഴയ നിയമത്തിൽ പിതാവാം ദൈവത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി, ആ ഭാവത്തെപ്പറ്റി ഏതെല്ലാം നിലയിലാണോ നാം കാണുന്നത്, അതേ നിലയിൽ തന്നെയാണ് പുതിയ നിയമത്തിൽ ലോകചരിത്രത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം നമ്മുടെ പ്രതിസന്ധിയിലും പോരാട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും മുൻപോട്ട് ഒരാത്മീയ പ്രചോദനമായി മുൻപോട്ട് നയിക്കുകയും ചെയ്ത ആ അതേ ദൈവം, ദ സെയിം ഗോഡ്, കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വളരെ കൃത്യമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. ഏതെല്ലാം വിഷയത്തിൽ നാം ഭാരപ്പെടുന്നുണ്ടോ, ഏതെല്ലാം വിഷയത്തിൽ ദുഃഖിതരായിട്ടിരിക്കുന്നു, ഏതെല്ലാം വിഷയത്തിലാണോ നാളെക്കുറിച്ചുള്ള വിചാരം നമുക്കുണ്ടാകുന്നത്, അവിടെ എല്ലാം തക്ക സമയത്ത് ഇടപെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തക്ക സമയം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യത എന്നെ വളരെയേറെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. തക്ക സമയത്ത് കായിറോസ് എന്ന് പറയും. കായിറോസ് എന്ന് പറഞ്ഞാൽ ഇൻ ഹിസ് ടൈം, അവൻ്റെ സമയത്ത്. അതിനെ ഒരു മിനിറ്റ് അപ്പുറത്തോട്ട് ഇപ്പുറത്തും പോകാതെ ആ തക്ക സമയത്ത്, കൃത്യസമയത്ത് വ്യക്തമായി ദൈവം ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ദൈവം തന്നെയാണ് ഈ വർത്തമാനകാലത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നമ്മെ കാണുന്നത്, മനസ്സിലാക്കുന്നത്, ഇടപെടുന്നത്. കൃത്യസമയത്ത് ഇടപെടും. ചിലപ്പോൾ നാം ചിന്തിക്കാറുണ്ട്, ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി എത്രയോ തവണ പ്രാർത്ഥിച്ചു, എത്രയോ മാസങ്ങൾ പ്രാർത്ഥിച്ചു, എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുമാത്രം പ്രാർത്ഥനകൾ വെറുതെയായിപ്പോയി, ദൈവം പ്രവർത്തിച്ചില്ലല്ലോ. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കായിറോസിലാണ് ദൈവം കൃത്യമായി ഇടപെടുന്നത്. അല്പം വൈകിയാലും നമ്മൾക്ക് അങ്ങനെ തോന്നാം. നമുക്ക് ചരിത്രത്തിൽ സമയത്തെ വിധേയപ്പെടുത്തുവാനോ സമയത്തെ അതിജീവിക്കുവാനോ നിവൃത്തിയില്ല. സമയം ആരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്. കറക്റ്റ് സമയത്ത് നമുക്ക് വിടുതലുണ്ടാകേണ്ട സമയത്ത്, ആശ്വാസമുണ്ടാകേണ്ട സമയത്ത്, നമ്മുടെ കടമ്പകൾ മാറിക്കിട്ടേണ്ട സമയത്ത്, നമ്മുടെ മുമ്പിലെ പർവ്വതങ്ങൾ നീങ്ങിക്കിട്ടേണ്ട സമയത്ത്, ആ കറക്റ്റ് സമയത്ത് ദൈവം ഇടപെടും, പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അൺചേഞ്ചബിൾ ഗോഡ്, വിചാരത്തിനോ ഇടപെടലുകൾക്കോ പ്രവൃത്തിക്കോ ചിന്താഗതികൾക്കോ അവസരോചിതമായി കാലവുമായി ബന്ധപ്പെട്ട് ചേഞ്ച് വരുത്തുന്ന ദൈവമല്ല. അന്നും ഇന്നും ഒരേ ദൈവം തന്നെയാണ്, ഒരേ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരു കാരണവശാലും നമുക്കൊരു മാറ്റം ഉണ്ടാകുവാൻ പാടില്ല. നാം അതേ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച്, ആ ദൈവത്തെ തന്നെ ബഹുമാനിച്ച്, ആദരിച്ച്, അനുസരിച്ച് ജീവിതത്തെ സത്യസന്ധമായി ചിട്ടപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നാം ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ നാം പോകേണ്ട സ്ഥാനത്ത് ചെന്നെത്തുവാൻ കഴിയൂ, നാം ചെല്ലേണ്ട സ്ഥാനത്ത് ചെന്നെത്തുവാൻ കഴിയൂ. വിജയത്തിനൊരിക്കലും
ഒരു കുറുക്കു വഴിയും നാം കണ്ടെത്തുവാനായിട്ട് പാടില്ല. പെട്ടെന്നൊരു ജയം സമ്പാദിച്ചെന്ന് വരാം, പക്ഷെ ആ ജയത്തിന് യാതൊരു നിലനിൽപ്പുമില്ല. ആ ജയം സാവധാനതയിൽ ഉണ്ടായെന്ന് വരാം, ഒരുപക്ഷെ പെട്ടെന്ന് അസ്തമിച്ചു പോയി എന്ന് വരാം. അല്പം വൈകിയാലും വ്യവസ്ഥ പാലിച്ച് പ്രമാണമനുസരിച്ച് ദൈവഹിതപ്രകാരം കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തി നാം മുൻപോട്ട് പോയാൽ, അല്പം താമസിച്ചു എന്ന് നമുക്ക് തോന്നിയാലും നാം വിജയത്തിൽ ചെന്നെത്തും, ആ വിക്ടറി സ്റ്റാൻഡിൽ ചെന്നെത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ഇന്നലെകളിൽ നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, എന്തിന് ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കാര്യങ്ങളാണ് നമ്മെ സംബന്ധിച്ച് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങിച്ചെല്ലാം. ഇന്നലെ നമ്മെ നടത്തിയ ദൈവം ഇന്നും നമുക്കുണ്ട് എന്നുള്ള ആ വിശ്വാസം ഉറപ്പിക്കാം, ഉറപ്പുവരുത്താം. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കകളും നിരാശകളും ഉത്കണ്ഠകളും മാറ്റിവെച്ചിട്ട് ആ ദൈവം അവിടെയും കരുതുവാൻ ദൈവം കഴിവുള്ളവനാണെന്നുള്ള ചിന്തയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി, കേൾക്കുവാൻ വേണ്ടി, അവിടുത്തെ ഇടപെടലിന് വേണ്ടി കോടിക്കണക്കിന് ആളുകളാണ് ലോകമൊട്ടാകെ ഇന്നും വളരെ ആകാംക്ഷയോടും താല്പര്യത്തോടും പ്രതീക്ഷയോടും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പല വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസം തന്നെയാണ്. ആശ്രയബോധത്തോടെയുള്ള വിശ്വാസം. വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുമ്പോൾ നിശ്ചയമായും അവിടുത്തെ സാമീപ്യം നമുക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. നമുക്ക് ദൈവത്തിൻ്റെ ഭാഷ നമുക്ക് അറിഞ്ഞുകൂടാ. ലോകത്തിലാർക്കും ദൈവത്തിൻ്റെ ഭാഷ അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ എല്ലാം ഭാഷ, ലോകത്തിൽ ആരെല്ലാം സംസാരിക്കുന്നുണ്ടോ, ഏതെല്ലാം ഗോത്രങ്ങളിൽപ്പെട്ടവരാണോ, വംശങ്ങളിൽപ്പെട്ടവരാണോ, ജാതികളിൽപ്പെട്ടവരാണോ, അപരിഷ്കൃതരാണോ, പരിഷ്കാരികളാണോ, എല്ലാവരുടെയും കൊളോക്കിയൽ ലാംഗ്വേജ് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. ആ ഭാഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, ആവലാതികൾ, പരിഭ്രമങ്ങൾ ദൈവത്തോട് പറയുക, ഷെയർ ചെയ്യുക. നല്ല വിശ്വസ്തനായ ഒരു ശ്രോതാവായിട്ടാണ് ദൈവം ഇരിക്കുന്നത്. നമ്മെ കേൾക്കുവാൻ വളരെയേറെ താല്പര്യമുള്ള, സന്നദ്ധതയുള്ള ഒരു ദൈവം. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് നമ്മോട് സംസാരിച്ചേ മതിയാകൂ. ദൈവം നമ്മോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നാം താല്പര്യപ്പെടുമ്പോൾ ദൈവം നമ്മോട് അധികമായിട്ട് സംസാരിക്കും. അതിനുള്ളത് മീഡിയ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്, തിരുവെഴുത്താണ്. അത് ദൈവത്തിൻ്റെ വചനമാണ്. ആ തിരുവെഴുത്ത് നാം പരിശോധിക്കണം, വായിക്കണം, പേജുകൾ മറിച്ച് നോക്കണം. തുടർച്ചയായിട്ട് വായിക്കുകയോ കൂടെ വായിക്കുകയോ ആവശ്യാനുസരണം വായിക്കുകയോ ഒക്കെ ചെയ്യാം. ഏതായാലും അത് ദൈവത്തിൻ്റെ ലാംഗ്വേജ്, ദൈവത്തിൻ്റെ ആശയം, ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ സംസാര ഭാഷ, അതാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നതായ നമ്മുടെ ഭാഷയിലുള്ളതായ ബൈബിൾ. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആ ബൈബിളിലൂടെ, അതിൻ്റെ പേജുകളിലൂടെ, അതിൻ്റെ വാക്യങ്ങളിലൂടെ ദൈവം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രതികരിക്കുന്നത് തിരുവെഴുത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ ഗൈഡൻസ് തിരുവെഴുത്തിൽ കാണാം. അതുകൊണ്ട് ബൈബിൾ വായിക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമായിരിക്കണം. പത്രങ്ങൾ വായിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ, ആകാംക്ഷയും ജിജ്ഞാസയും അവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ബൈബിൾ സ്ഥിരമായി വായിക്കുവാൻ ഒരു ഉത്സാഹമുണ്ടാകണം. അത് ആർത്തിയോടുകൂടെ വായിക്കണം. ദൈവം നമുക്ക് നൽകുന്ന അനുവദിക്കപ്പെട്ടുള്ളതൊരു മാധ്യമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്യും. നാം പോകേണ്ട വഴി കാണിച്ചു തരും. ഏറ്റവും ശരിയായ നിലയിലുള്ള നല്ല ഗൈഡൻസ് പിതാവിൽ നിന്ന്, പുത്രനിൽ നിന്ന്, പരിശുദ്ധാരൂപിയിൽ നമുക്ക് ലഭിക്കും. അനുദിനം നമ്മെ വഴി നടത്തുവാൻ പര്യാപ്തമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.